നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സഞ്ജു. ഞാൻ മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. തലകറക്കം എന്ന രോഗലക്ഷണവുമായി എൻ്റെ OPDയിൽ ദിവസേന ഒരു ഏകദേശം 50% കൂടുതൽ രോഗികളും തലകറക്കം എന്ന രോഗലക്ഷണവുമായി എത്തുന്നവരാണ്. തലകറക്കം എന്ന രോഗലക്ഷണം ഏകദേശം 50-ൽ കൂടുതൽ അസുഖങ്ങളുടെ ഒരു ലക്ഷണമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ സ്ട്രോക്ക് ഉൾപ്പെടെ അസുഖങ്ങളിലും ഈ തലകറക്കം എന്ന രോഗലക്ഷണം വരാറുണ്ട്. ഇതിൽ വളരെ ചുരുക്കം രോഗങ്ങൾ മാത്രം നമുക്ക് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് പൊസിഷണൽ ടെസ്റ്റ് കൊണ്ട് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ CT അല്ലെങ്കിൽ MRI സ്കാൻ കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊന്നും പെടാതെ ഏകദേശം 40-ൽ കൂടുതൽ രോഗങ്ങൾ ഇതിലൊന്നും പെടാതെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ തന്നെ ഉള്ള കണ്ടീഷനുകൾ ഉണ്ട്. അങ്ങനെയുള്ള അങ്ങനെയുള്ള രോഗങ്ങളെ കണ്ടെത്താനും ഇങ്ങനെയുള്ള അവസ്ഥ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരാണ് വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി. എന്താണ് വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി? ഇങ്ങനെ തലകറക്കമായി എത്തുന്ന രോഗികളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഡോക്ടർമാർ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന്. എല്ലാവരും ആദ്യം തന്നെ കണ്ണുകളുടെ ചലനമാണ് പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് തലകറക്കവുമായി വരുന്ന രോഗികളുടെ കണ്ണിൻ്റെ ചലനം ഡോക്ടർമാർ പരിശോധിക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്തെന്നാൽ കണ്ണ് എന്നുള്ളത് ഒരു ജാലകമാണ്. ഈ ജാലകത്തിലൂടെ നമുക്ക് ചെവിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അതല്ലെങ്കിൽ തലച്ചോറിനുള്ളിലെ കാര്യങ്ങൾ എന്തെന്നാൽ ചെവിയിലെ കാരണം കൊണ്ടോ തലച്ചോറിൻ്റെ കാരണം കൊണ്ടാണോ ഈ തലകറക്കം വന്നതെന്ന് നമ്മുടെ കണ്ണിൻ്റെ ചലനം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായ വശം എന്തെന്ന് വെച്ചാൽ ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. പുറത്തെ ചെവി, നടുക്കത്തെ ചെവി, ഉള്ളിലത്തെ ചെവി. ഇതിൽ ഉള്ളിലത്തെ ചെവിയിൽ നമുക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ബോഡിയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം, 2 കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം. അതിൽ ഈ ബോഡിയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗത്തിനകത്ത് ദ്രാവകമുണ്ട്. ഈ ദ്രാവകം മൂവ് ചെയ്യുന്ന അതേ ദിശയിലാണ് നമ്മുടെ കണ്ണിൻ്റെ ചലനവും സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ണിൻ്റെ ചലനം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതുപോലെ തന്നെ കണ്ണിൽ നിന്ന് പോകുന്ന ഞരമ്പ് ചെവി വഴി ചെവിയിൽ നിന്ന് തലച്ചോറിലേക്കും ഉള്ള കണക്ഷനുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കണ്ണിൻ്റെ ചലനം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഈ പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കൊണ്ട് ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഡോക്ടർമാർ രൂപപ്പെടുത്തി എടുത്തത്. വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള രോഗനിർണയത്തിന് സഹായിക്കുന്ന സാങ്കേതിക വിദ്യ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കണ്ണിൻ്റെ ചലനം ഇൻഫ്രാറെഡ് രശ്മികളിലൂടെ ഇത് പകർത്തുകയും ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഇതിനെ റെക്കോർഡ് ചെയ്യുകയും അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് 30-ൽ പരം രോഗങ്ങളുടെ അവസ്ഥ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുകയും പറ്റും. അങ്ങനെ വർഷങ്ങളായി തലകറക്കം എന്നുള്ള ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വളരെ ഏറെ രോഗികൾക്ക് ഇതിലൂടെ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ആ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അഥവാ എക്സസൈസുകൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ തലകറക്കവുമായി കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക് വളരെ സഹായകരമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി.